ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു പുതിയ മോഡൽ കുർത്തി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതേപോലെ അതിൻ്റെ ആ യോക്ക് പാർട്ട് കട്ട് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അതിൻ്റെ അളവ് നമുക്കൊന്ന് നോക്കാം. എൻ്റെ യോക്കിൻ്റെ അവിടുത്തെ ലെങ്ത് 14 എടുത്തിട്ടുണ്ട്. ഷോൾഡർ ഞാൻ 8.5 എടുത്തിട്ടുണ്ട്. ബോഡിയിൽ നിന്നുള്ള ഷോൾഡറിൻ്റെ അളവാണ്. അതുപോലെ ആം ഹോള് 8 എടുത്തു. നെക്ക് വിഡ്ത്ത് 2.25 വന്നിട്ടുണ്ട്. ചെസ്റ്റ് 10.5, 2 ഇഞ്ച് തയ്യൽ തുമ്പൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേസ്റ്റിൻ്റെ അവിടെ 8.5 എടുത്തിട്ടുണ്ട്. എന്നിട്ട് 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. എന്നിട്ട് നമ്മളിപ്പം ആ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത ആ ഭാഗത്തില്ലേ, ആ ഭാഗത്തു നിന്ന് താഴെ ഒരു 1/2 ഇഞ്ച് താഴ്ത്തി നമ്മൾ ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം അവിടെ ഒന്ന് തയ്ക്കുമ്പോൾ അവിടെ തൂങ്ങി നിൽക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഇതേപോലെ ബോഡിയിൽ നിന്നുള്ള ഷോൾഡറാണ് ഞാൻ എടുത്തത്. കാരണം ബോഡിയിൽ നിന്നുള്ള ഷോൾഡർ എന്ന് പറയുമ്പോഴത്തേനും 16 ഇഞ്ച് ഷോൾഡറാണ്. ആ ഷോൾഡറിൻ്റെ പകുതി 8 എടുത്തു. അതിൻ്റെ കൂടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ ചേർത്താണ് 8.5 ഷോൾഡർ എടുത്തു. അതിൽ നിന്ന് 1/2 ഇഞ്ച് കുറച്ച് ഇട്ടാണ് ആം ഹോൾ എടുത്തത്. ഇനി നമ്മൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടില്ല, ബാക്ക് പാർട്ടിനാണ് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പം ലൈനിങ് വെച്ചാണെന്നുണ്ടെങ്കിൽ ലൈനിങ് നമുക്ക് കട്ട് ചെയ്താൽ മാത്രം മതി. എന്നിട്ട് ലൈനിങ് ഇതിൻ്റെ മുകളിൽ വെച്ച് സ്റ്റിച്ച് ചെയ്ത് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. കാരണം എനിക്ക് ലൈനിങ് വെക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ബാക്ക് പാർട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ ഈ പ്ലേറ്റ്സ് ഒക്കെ ഇടുന്നതുകൊണ്ട് അവിടെ നമുക്ക് ആ തുണി ഇപ്പോൾ ആദ്യമേ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റത്തില്ല. അതിന് ശേഷമാണ് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ അളവനുസരിച്ച് പിന്നെയാണ് പ്ലേറ്റ്സ് എടുത്തതിന് ശേഷമാണ് കട്ട് ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, ഇപ്പം ഈ ബാക്ക് പാർട്ട് വെച്ചതിനേക്കാളും ലെങ്തും വിഡ്ത്തും കൂടുതലുണ്ട് ആ തുണിക്ക്. അപ്പം അതങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ നെക്കിൻ്റെ വിഡ്ത്ത് ഉണ്ടല്ലോ, ആ നെക്ക് വിഡ്ത്ത് നമുക്കൊന്ന് ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം നമ്മൾ തുണി കട്ട് ചെയ്യുന്ന രീതിയിലാണ്, എങ്ങനെയാണോ വെച്ച് കട്ട് ചെയ്യുന്നത് അതേപോലെ വെക്കുക. വെച്ചതിന് ശേഷം നെക്കിൻ്റെ പാർട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇപ്പം 2.25 നെക്ക്. അപ്പോൾ ആ 2.25 ഞാൻ അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുവാണ്. അതേപോലെ 2.25 കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് കൂടെ നമുക്ക് അങ്ങോട്ട് മാറ്റി അടയാളപ്പെടുത്തി കൊടുക്കണം. കൊടുത്തിട്ട് വേണം അവിടെ പ്ലീറ്റ്സ് എടുക്കാൻ. ഇതിലിപ്പോൾ 2.25 അടയാളപ്പെടുത്തിയ ഭാഗത്തു നിന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് വരണം. ഇപ്പം ഞാൻ ഇത് നിങ്ങളെ കാണിക്കുന്നതാണ്. നമ്മൾ 2.25 നെക്ക് വിഡ്ത്ത് എടുത്തിട്ട് അവിടുന്ന് 1 ഇഞ്ച് കൂടെ അങ്ങോട്ട് മാറ്റി വേണം പ്ലീറ്റ്സിന് 1 ഇഞ്ച് അടയാളപ്പെടുത്തുക. 2.25 അടയാളപ്പെടുത്തിയതിന് ശേഷം 1 ഇഞ്ച് കൂടെ അടയാളപ്പെടുത്തിയതിന് ശേഷം ഇതുപോലെ പ്ലീറ്റ്സ് എടുത്ത് കൊടുക്കുക. അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ചെയ്ത് കാണിച്ചു തരാം. വേണ്ട, ഒരു പാർട്ട് ഞാൻ അതുപോലെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പാർട്ടാണ്. അടുത്ത പാർട്ടിലേക്ക് നമുക്കതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തിയിട്ടുണ്ട്, പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കാം. അപ്പം ആ പ്ലീറ്റ്സ് ഇട്ടേക്കുന്നത് നമ്മൾ ആ 2.25 അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗത്തേക്ക് നോക്കിയാണ് പ്ലീറ്റ്സ് വരേണ്ടത്. കണ്ടില്ലേ, 2 പാർട്സിലും അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് പ്ലീറ്റ്സ് കൊടുത്തേക്കുന്നത്. അത് ശ്രദ്ധിക്കണം. അതിനുശേഷം ഇതേപോലെ പ്ലീറ്റ്സ് ഇട്ടിട്ട് മുകളിലും താഴെ ഓരോ പിന്നു കുത്തി കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ അയൺ ചെയ്ത് എടുക്കുമ്പോഴത്തേനും കറക്റ്റായിട്ട് ഇരിക്കും. അതേപോലെ തന്നെ അടുത്ത പ്ലീറ്റ്സ് എടുത്തു. അതും ഇതുപോലെ പിന്നുകുത്തി മുകളിലും പിന്നുകുത്തി കൊടുത്തു, താഴോട്ടും പിന്നുകുത്തി കൊടുത്തു. അപ്പം ഞാൻ ഈ അടയാളപ്പെടുത്തിയത് 2.25 കഴിഞ്ഞ് 1 ഇഞ്ച് അടയാളപ്പെടുത്തിയത് ഞാൻ ഇതിൽ കാണിച്ചില്ല, അത് കിട്ടിയില്ല. വീഡിയോയിൽ അത് കാണാൻ പറ്റുന്നില്ല. അപ്പോഴത്തേനും നിങ്ങളത് 2.25 അടയാളപ്പെടുത്തിയിട്ട് ബാക്കി നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾക്ക് എങ്ങനെയൊക്കെ വേണോ അതനുസരിച്ച് കൊടുക്കാനും പറ്റും കേട്ടോ. അപ്പം ഞാൻ കണ്ടില്ലേ, ഇതേപോലെ അയൺ ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റ് അടയാളപ്പെടുത്തിയ ബാക്ക് പാർട്ട് കണ്ടല്ലോ, ആ ഭാഗം ഇതേപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പം അടിഭാഗം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ആം ഹോളിൻ്റെ ആ ഭാഗവും കട്ട് ചെയ്തു. കണ്ടില്ലേ, ഇത്രയും മതി. അതുപോലെ തന്നെ മറ്റേ പീസും നമുക്ക് കട്ട് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ വണ്ണം ഉള്ള ഭാഗവും
അതവിടെ കിടക്കട്ടെ. അതിൻ്റെ ബാക്കി കണ്ടില്ലേ, ആ വണ്ണം അത് കട്ട് ചെയ്തില്ല, അത് നമുക്ക് പിന്നെ കട്ട് ചെയ്ത് കളയാം. ഇപ്പം നമ്മൾ ഇതുണ്ട് ഈ പ്ലീറ്റ്സിൻ്റെ ഇവിടെയൊക്കെ ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് കഴിയുമ്പോഴും ഇതുപോലെ ഇങ്ങനെ ഉയർന്നു വരുന്ന പോലെ തോന്നും. അങ്ങനെയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തൂടെ നമുക്ക് പതിയെ ഒരു സ്റ്റിച്ച് കൈകൊണ്ട് തയ്ച്ച് അകത്തേക്ക് വെച്ച് കൊടുക്കുകയോ അല്ലെങ്കിൽ മെഷീനിൽ തന്നെ 2 സ്റ്റിച്ചായിട്ട് നമുക്ക് അവിടെ കൊടുക്കുകയോ ചെയ്യാം. അന്നേരം അതങ്ങ് ഒതുങ്ങിയിരിക്കും കേട്ടോ. അപ്പം ഞാനിത് അത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നിങ്ങളെ കാണിച്ചേക്കുന്നത്. ഞാൻ ആദ്യമേ അതങ്ങ് പറഞ്ഞതാണ്. അപ്പം നെക്കിൻ്റെ ഇറക്കം ഞാനിവിടെ ഒരു 6 ഇഞ്ച് എടുത്തു. അതേപോലെ 2.25 ഇഞ്ചാണ് ഇതിൻ്റെ നമ്മൾ അടയാളപ്പെടുത്തിയിരിക്കുന്നത് നെക്കിൻ്റെ വിഡ്ത്ത്. എന്നിട്ട് നമുക്ക് ഇതുപോലെ വി നെക്കാണ് തയ്ക്കുന്നത്. ഇങ്ങനെ വി ആയിട്ട് കൊടുത്തു. നമുക്കിഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാനിതിൽ വി കൊടുത്തു. അതേപോലെ തന്നെ മറ്റേ പാർട്ടിലും നമുക്ക് അതുപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ കറക്റ്റ് 6 ഇഞ്ച്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ആ അളവ് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം 2.25 ഇഞ്ച് ഇതേപോലെ അടയാളപ്പെടുത്തിയെടുത്തുനിന്ന് ഇങ്ങനെ അങ്ങ് കൊടുത്തു. എന്നിട്ട് അത് കട്ട് ചെയ്തെടുക്കണം. കണ്ടില്ലേ, ഇതേപോലെയാണ് വന്നേക്കുന്നത്. ഇനി ആ വി പോലെ നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്ത ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ട് അപ്പോൾ ബോഡി പാർട്ടിൻ്റെത് ഇത്രയാണ്. ഇനി നമുക്ക് ഇതിൻ്റെ സ്കേർട്ട് പാർട്ടുണ്ടല്ലോ, ആ ഭാഗം എടുത്തിട്ട് അതുകൂടെ നമുക്ക് കട്ട് ചെയ്യണം. ഇപ്പോൾ സ്കേർട്ട് പാർട്ട് ഇതേപോലെ നമ്മൾ എടുത്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ കോണായിട്ടാണിത് നമ്മൾ അംബ്രല്ല കട്ടിലാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം അതിനായിട്ട് ഈ തുണി ഇതുപോലെ 2ആയിട്ട് മടക്കിയിടുക. കറക്റ്റ് 2ആയിട്ട് മടക്കുക. കണ്ടില്ലേ, ഇതൊരു സാരി ആണ് കേട്ടോ. ഇതിൻ്റെ സാരിയുടെ കരഭാഗമൊക്കെ ഞാൻ കട്ട് ചെയ്തതിന് ശേഷം എടുത്തിരിക്കുന്നതാണേ. അപ്പം അതിങ്ങനെ 2ആയിട്ട് കറക്റ്റ് 2ആയിട്ട് മടക്കുന്നു. കണ്ട, 2ആയിട്ട് മടക്കുക. മടക്കിയിട്ട് ഏറ്റവും മുകളിലാണ് ഫോൾഡ് വശം വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അവിടെ ഓപ്പൺ ഇല്ല, അവിടെയാണ് ഇതേപോലെ ഫോൾഡ് ഭാഗം വന്നിരിക്കുന്നത്. ആ ഭാഗം ഇതേപോലെ കറക്റ്റാക്കി വെച്ചു. എന്നിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് ഇതേപോലെ എടുത്തിട്ട് ഇതിപ്പോൾ അടിഭാഗത്തെ ആ ഒരു കോൺ ഭാഗം പോലെ ഇടാൻ വേണ്ടി അവിടെ നിന്നാണ് നമ്മൾ എടുത്തേക്കുന്നത്. കണ്ടില്ലേ, എന്നിട്ട് കോണായിട്ട് നമ്മൾ ഈ ചുരിബോട്ടത്തിന് കട്ട് ചെയ്യലോ അതേപോലെ ഇടുക. നിങ്ങൾക്കത് വീഡിയോയിൽ കാണുമ്പോൾ മനസ്സിലാവുന്നതെന്ന് എനിക്കറിയില്ല. കണ്ട, ഇതേപോലെ ക്രോസ് ആക്കി ഇട്ട് കൊടുത്തു. നമ്മൾ ഏതെങ്കിലും ഒരു കോണിൽ നിന്ന് എടുത്തിട്ടാണ് ഇടുന്നത്. അതിപ്പോൾ ക്രോസ് ആയിട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ കറക്റ്റ് ഇത് ലെവലാക്കി വെക്കുക. ഉള്ളിലോട്ടുള്ള തുണിയൊക്കെ കറക്റ്റ് ആണോന്നും ആ ഫോൾഡ് വശത്ത് വരുന്ന തുണിയൊക്കെ ഇറങ്ങിക്കിടക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം കറക്റ്റ് ആക്കി വെക്കണം. വെച്ചതിന് ശേഷം നമുക്ക് അടയാളം കൊടുക്കേണ്ടത്. കണ്ട, ഇതേപോലെ എല്ലാ ഭാഗങ്ങളും ഇതുപോലെ കറക്റ്റാക്കി വെച്ച് ലെവലാക്കി ഇടുക. ഇതാണ് ഇപ്പോൾ ക്രോസ് ആയിട്ടാണ് എടുത്തേക്കുന്നത്. കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാനൊരു പേപ്പറിലൂടെ കാണിച്ചു തരാം. കണ്ട, ഇതേപോലൊരു ആ പേപ്പർ ഇതേപോലെ ഞാൻ 2ആയിട്ട് മടക്കുന്നു. അപ്പോൾ ഇതുപോലെയാണ് ഞാൻ ആ തുണി മടക്കിയത്. കറക്റ്റ് 2ആയിട്ട് മടക്കി. ഫോൾഡ് വശം മുകളിലാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, അതിനുശേഷം കണ്ട, ആ താഴ്ഭാഗത്തുനിന്ന് ഇതേപോലെ കോണായിട്ടുള്ള അവിടുന്ന് അത് കണ്ട അതുപോലെ കോണ് പോലെ അങ്ങോട്ട് മടക്കി കൊടുത്തു. അതിനുശേഷം താഴ്ഭാഗത്തും മുകളിലും നമുക്ക് അടയാളം കൊടുക്കാനുണ്ട്, അത് കൊടുക്കണം. ക്ലോത്ത് മടക്കിയിട്ടിരിക്കുന്നത് ഇതുപോലെയാണ്. കണ്ടില്ലേ, അവിടെ ഫോൾഡ് പോലെ വന്നിരിക്കുകയാണ്. അതങ്ങ് കട്ട് ചെയ്യണം. ഇതേപോലെയാണ് നമ്മൾ ആ തുണി മടക്കിയിട്ടേക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം ആ ബോഡി പാർട്ട് ഇതേപോലെ നമ്മുടെ കറക്റ്റ് അതിൻ്റെ അളവിന് വെച്ച് കൊടുക്കുക.
നിങ്ങൾ കറക്റ്റ് വെച്ചിട്ട് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റാക്കി വെക്കണേ. കറക്റ്റാക്കി വെച്ചിട്ട് അവിടെ മാർക്ക് ചെയ്തിട്ട് ഇതേപോലെ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് നമ്മുടെ ആ ഫോൾഡ് വശത്തിൻ്റെ അവിടെ ഉണ്ടല്ലോ, നമ്മൾ നിൽക്കുന്ന ആ ഭാഗത്ത്, അവിടെ ആ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ നിന്ന് ടേപ്പ് വെച്ച് നോക്കാം എത്രയാണ് അവിടെ വരെയുള്ള ഇറക്കം വന്നേക്കുന്നതെന്ന്. ഇപ്പം നമുക്ക് അങ്ങോട്ട് നോക്കുമ്പോഴത്തേനും അവിടെ കിട്ടിയിരിക്കുന്നത് 14.5 ഇഞ്ച് ലെങ്താണ് കിട്ടിയിരിക്കുക. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എത്രയാണ് വരുന്നത് അത് നോക്കുക. അതിനുശേഷം ആ 14.5 കറക്റ്റ് വരത്തക്ക രീതിയിൽ ആ കോണിൽ തന്നെ ആ ഏറ്റവും ടോപ്പിൽ ആ കോൺ പോലെ ഇരിക്കുന്ന ആ ഭാഗത്ത് തന്നെ വെച്ചിട്ട് ഇതേപോലെ കറക്കി ഇങ്ങനെ 14.5 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തു. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം അതൊന്ന് മാർക്ക് ചെയ്യാം. കണ്ടില്ലേ, ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനിയാണ് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തേണ്ടത്. കാരണം നമ്മുടെ ടോട്ടൽ ലെങ്ത് എത്രയാണോ ആ ലെങ്തിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ അത് കുറച്ചിട്ട് ആണ് നമ്മൾ അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ ഇവിടെ എനിക്ക് ആകെ ടോട്ടലായിട്ട് വേണ്ടത് 40 ഇഞ്ച് ഇറക്കമാണ് വേണ്ടത്. അപ്പോൾ ഈ 40 ഇഞ്ച് ഇറക്കത്തിൽ നിന്ന് നമ്മുടെ ബോഡി പാർട്ടിൻ്റെ ഇറക്കം 14.5 ആ 14.5 കുറയ്ക്കണം. കുറച്ചതിന് ശേഷം എത്രയാണോ കിട്ടുന്നത് അതും അതിൻ്റെ കൂടെ തയ്യൽ തുമ്പും കൂടെയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിവിടെ കറക്റ്റ് 40 ഇഞ്ചാണ് അടയാളപ്പെടുത്തി കൊടുത്തേക്കുന്നത്. കാരണം ഞാൻ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്താണ് 40 ഇഞ്ച് പറഞ്ഞത്. നിങ്ങൾക്ക് കറക്റ്റ് ലെങ്ത് എത്രയാണോ അതിൽ നിന്ന് ബോഡി പാർട്ട് കുറയ്ക്കുക. ബോഡി പാർട്ട് കുറച്ചതിന് ശേഷം അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ് കൂടെ ചേർത്ത് കൊടുക്കുക. അത്രയാണ് ചെയ്യേണ്ടത്. എനിക്ക് 40 ഇഞ്ചാണ് ഇവിടെ വേണ്ടുന്നത്. ആ 40-ൽ നിന്ന് 14.5 ഇഞ്ച് ഞാൻ മൈനസ് ചെയ്യുവാണ്. 14.5 ഇഞ്ച് കുറയ്ക്കുമ്പോഴത്തേന് എനിക്ക് ഇവിടെ 25.5 വേണ്ടത്. അപ്പോൾ എനിക്ക് സ്കേർട്ടിൻ്റെ ലെങ്ത് വരേണ്ടത് 25.5. 40-ൽ നിന്ന് 14.5 കുറച്ചപ്പോൾ 25.5 വരണം. അപ്പോൾ ആ 25.5 ഞാനിവിടെ കറക്റ്റ് അടയാളപ്പെടുത്തുന്നത്. കാരണം എനിക്ക് 40 കറക്റ്റ് മതി. 40 കൂടെ ചേർക്കുമ്പോൾ എനിക്ക് തയ്യൽ തുമ്പും കൂടെ ചേർത്താണ് ഞാൻ 40 പറഞ്ഞിരിക്കുന്നത്. അതേസമയം നിങ്ങൾക്ക് കറക്റ്റ് 40 ഇഞ്ചാണ് ലെങ്ത് വേണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇപ്പം നമുക്ക് 25.5 സ്കേർട്ടിൻ്റെത്, അതാണ് ഇപ്പോൾ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. കണ്ടില്ലേ, നമ്മൾ ആ വരച്ച ബോഡി പാർട്ട് വെച്ച് വരച്ച ആ ഭാഗത്തു നിന്ന് താഴോട്ട് 25.5 അടയാളപ്പെടുത്തി കൊടുക്കുന്നു. അതേപോലെ കുറച്ച് മാറ്റി ഇതേപോലെ അങ്ങറ്റം വരെ ഇതേപോലെ ആ 25.5 അടയാളപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് തയ്യൽ തുമ്പ് ആഡ് ചെയ്യുമ്പോഴത്തേനും 25.5 അടയാളപ്പെടുത്തുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയ അളവ് അവിടെ അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ താഴോട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂടെ കൊടുക്കുക. അര ഇഞ്ച് മടക്കി അടിക്കാൻ വേണ്ടി താഴ്ഭാഗത്ത്. അപ്പം ഞാനിത് കറക്റ്റ് ഇതേപോലെ ഞാൻ കറക്റ്റ് ഇതേപോലെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പം നമ്മൾ ആ ബോഡി പാർട്ട് പഠിച്ച ആ ഭാഗം, കട്ട് ചെയ്യുന്ന ആ ഭാഗം കണ്ടില്ല, അവിടെ നിന്നാണ് നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തിയിരിക്കുന്നത് താഴോട്ട്. അതിനുശേഷം നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കറക്റ്റായിട്ട് ആ ബോഡി പാർട്ടിലൊന്ന് വെച്ച് ഇതേപോലെ നോക്കുന്നുണ്ട് ഞാനത് കറക്റ്റ് അളവാണോ വന്നിരിക്കുന്നതെന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ സൈഡിലോട്ട് ഒരല്പം ചിലപ്പോൾ വ്യത്യാസങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ അവിടെ ആ ഭാഗം കറക്റ്റ് ക്രോസ് ആയിട്ട് നമുക്ക് വേണ്ടുന്ന അളവ് വെച്ച് ഇങ്ങനെ ചോക്കൊണ്ട് വരച്ചതിന് ശേഷം ആ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതിൻ്റെ അടിഭാഗത്ത് നമുക്കൊരു ഒരു 2 പീസിൽ മാത്രം നമുക്കൊരു അല്പം തുണിയുടെ കുറവുണ്ട്. കാരണം കണ്ടില്ലേ, ഏറ്റക്കുറച്ചിൽ വന്നിരിക്കുന്ന ആ 2 പീസ് മാത്രം അവിടെ നമുക്ക് ഇതേപോലെ ഒരു തുണി വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട്
ഇതേപോലെ ഒന്ന് 1/2 ഇഞ്ച് കയറ്റി വെച്ചിട്ട് വേണം എടുക്കാൻ. കാരണം 1/2 ഇഞ്ച് നമ്മളവിടെ തയ്ക്കുമ്പോൾ പോകുമല്ലോ, അതിന് വേണ്ടിയിട്ട് അതിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കണ്ടില്ലേ, അവിടെയാണ് ഏറ്റക്കുറച്ചിൽ വന്നിരിക്കുന്നത്. അത് 2 പീസാണ് വന്നിരിക്കുന്നത്, കണ്ട ആ 2 പീസ്. അപ്പോൾ ആ ഫോൾഡ് വശമാണ് അതവിടെ നമുക്ക് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഈ സ്കേർട്ട് പാർട്ട് നമുക്ക് 2 പീസായിട്ടാണ് വരേണ്ടത്. കണ്ടില്ലേ? അപ്പം അത് ഇതേപോലെ നമ്മളൊന്ന് പിന്നു കുത്തി അവിടെ തന്നെ വെച്ച് കൊടുത്തു. മാറിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചു. അതിനുശേഷം നമുക്കത് മടക്കിയെടുത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഞാൻ സ്ലീവൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഞാൻ കാണിച്ചിട്ടില്ല. സ്ലീവ് കട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ വേറെ ഇതിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു 2 പീസ് പടിക്ക് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ വീതി 1.5 ഇഞ്ച് വീതി എടുക്കാം, അല്ലെന്നുണ്ടെങ്കിൽ 1 ഇഞ്ച് ആയാലും മതി. അപ്പോഴത്തേനും ഞാൻ ഇതേപോലെ, നമുക്കിത് വേറൊന്നും അല്ല, ഇതിൽ വെച്ച് ഒന്നടിച്ച് അകത്തേക്ക് മറിക്കാൻ വേണ്ടിയാണ്. 2 പീസിൽ ഇതേപോലെ വെച്ച് അകത്തേക്ക് അടിച്ചൊന്ന് മറിച്ച് എടുക്കാം. ആദ്യം ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തു. അതിനുശേഷം അതിനകത്തു നിന്നുള്ള തയ്യൽ തുമ്പ് വെളിയിലേക്ക് വരത്തക്ക രീതിയിലാക്കി വെച്ചുകൊണ്ട് അതൊന്ന് കൈകൊണ്ട് പ്രസ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് പ്രസ് ചെയ്തതിന് ശേഷം അവിടെ ഒന്ന് പതിച്ചൊരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. അപ്പം ഈ സമയത്ത് നമുക്ക് ആ പ്ലീറ്റ്സ് ഭാഗം ഉണ്ടല്ലോ, ആ പ്ലീറ്റ്സ് ഭാഗത്തിൽ ഒരു 1, 2, 3 സ്റ്റിച്ച് നമുക്കൊരു അകലത്തിൽ അവിടെ കൊടുത്താൽ ഇങ്ങനെ കുറുകെ കൊടുക്കണം. അപ്പോഴത്തേനും ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ലത്. അപ്പോൾ നമ്മൾ തയ്ച്ച് കഴിയുമ്പോഴാണ് എനിക്കത് ഇങ്ങനെ വിടർന്ന് വരും പോലെ തോന്നുന്നത്. ആ സമയത്ത് അതിനു മുമ്പേ ഇപ്പോഴേ അത് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ അതവിടെ ഇരിക്കും. എന്നിട്ട് നമ്മൾ ഈ ഇപ്പം വെച്ച പടി കണ്ട് ഇതേപോലെ അകത്തോട്ടാക്കി കറക്റ്റ് ഇങ്ങനെ കണ്ടില്ലേ, ഇതേപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. അപ്പം ഇത്ര വീതി വേണ്ട, ഞാൻ അതിൽ നിന്ന് കുറച്ച് ഭാഗം അങ്ങ് കട്ട് ചെയ്ത് കളയുകയാണ്. എന്നാൽ വീതി കുറഞ്ഞിരിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം 2ആയിട്ട് മടക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് ഒന്നുകൂടെ ഉള്ളിലോട്ട് മടക്കുക. കണ്ടില്ലേ, ഇതേപോലെ. അതിനുശേഷം അങ്ങനത്തെ വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം 2 പാർട്ടിലും ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇത് ക്രോസ് പീസാണേ. നെക്കിന് വെക്കാൻ വേണ്ടി ക്രോസ് പീസാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ഈ ക്രോസ് പീസ് കണ്ടില്ലേ വലിഞ്ഞു വരുന്നേ, ഇതേപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്കിൽ ഇതേപോലെ വെച്ച് 2ആയിട്ട് മടക്കി, ക്രോസ് പീസ് ഇതുപോലെ 2ആയിട്ട് മടക്കാം. മടക്കിയിട്ട് ആ നെക്കിൽ വെച്ച് കൊടുക്കുക, വെച്ച് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് ഇതേപോലെ നമ്മൾ ആ പടി വെച്ചപ്പോൾ പതിച്ചടിച്ച പോലെ പതിച്ചടിച്ച് ഉള്ളിലോട്ട് മടക്കി എടുക്കുക. അപ്പം അതിന് മുമ്പൊന്ന് ചെറുതായിട്ട് ഉള്ളിലൊന്ന് കട്ട് കൊടുക്കണം കേട്ടോ. ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ, ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം തയ്യൽ തുമ്പ് കണ്ടോ വെളിയിലോട്ട് വരത്തക്ക രീതിയിൽ അങ്ങ് വെച്ചതിന് ശേഷം കൈകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു. പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇത് അകത്തേക്കാക്കി മടക്കുക. മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. സ്റ്റിച്ച് ചെയ്യാനുള്ള നമ്മുടെ സൗകര്യത്തിനായിട്ടാണ് അതിങ്ങനെ തിരിച്ചിട്ടതിന് ശേഷം കണ്ടില്ലേ, ആ കഴുത്തിൻ്റെ ആ ഭാഗത്ത് ആ നീണ്ടിരിക്കുന്ന ആ തയ്യൽ തുമ്പുണ്ടല്ലോ, അത് ഉള്ളിലോട്ടാക്കി മടക്കി കൊടുക്കുക. മടക്കി കൊടുത്തിട്ട് ഇതേപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് മുകളിലോട്ട് വരിക. അതിനുശേഷം ഏറ്റവും ടോപ്പിലുള്ള ആ തയ്യൽ തുമ്പ് നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ട്. ആ പ്ലീറ്റ്സ് ഭാഗം നമ്മൾ തയ്ച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അത് ഇത്തിരി ഉയർന്നു വരുന്നുണ്ട്. ചില തുണികളിൽ അത് ഒതുങ്ങിയിരിക്കില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൊടുത്താൽ ആ പ്ലീറ്റ്സിൽ മാത്രമായിട്ട് 2 സ്റ്റിച്ച് കൊടുത്തിട്ട് നമുക്കത് എന്തെങ്കിലും ഒരു വർക്ക് പോലെ അവിടെ ചെയ്ത് വെക്കാം. അങ്ങനെ പല മോഡൽ ചെയ്യാം. അപ്പം ഞാനിത് പോട്ട്ലി ബട്ടൺ ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതേപോലെ ഫ്രണ്ട് പാർട്ടിലൊന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതേപോലെ ഫ്രണ്ട് പാർട്ട് ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ പോട്ട്ലി ബട്ടൺ എടുത്ത് ഇതേപോലെ ഉള്ളിലാക്കി വെച്ച് കൊടുക്കാം. അതേപോലെ അങ്ങനെ തന്നെ താഴോട്ട് മൊത്തത്തിൽ വെച്ച് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് അത് ഏത് ഇതാണോ വേണ്ടത് ആ രീതിയിൽ എടുക്കാം. കാരണം നമുക്ക് അടുപ്പിച്ച് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ വെക്കാം. അല്ല അരയിഞ്ച് വ്യത്യാസത്തിൽ വെക്കാനാണെങ്കിൽ അങ്ങനെ വെക്കാം. അത് അവരവരുടെ ഇഷ്ടാനുസരണം വെച്ച് കൊടുക്കാം. ഞാനിത് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതേപോലെ ഞാനിത് താഴെ വരെ വെക്കുന്നുണ്ട്. അങ്ങനെ നമുക്കത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഇത് തുണിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഒരു 2.5 ഇഞ്ച് വീതിയിൽ ഒരു തുണി ചതുരത്തിൽ മുറിച്ചെടുത്തിട്ട് പിന്നെ ഒരു 3/4 ഇഞ്ച് വീതിയിൽ ഒരു തുണി ഉള്ളിൽ വെക്കാനായിട്ട് അത് മടക്കിയെടുക്കുക. മടക്കി ഈ 2.5 ഇഞ്ചിനകത്തേക്ക് വെച്ചിട്ട് നമ്മൾ നൂല് കൊണ്ട് ഇത് ചുറ്റിക്കെട്ടിയെടുക്കുകയാണ് ചെയ്തത്. അല്ലെങ്കിൽ നമുക്കിതിൻ്റെ തെർമോക്കോൾ വാങ്ങാൻ കിട്ടും കേട്ടോ, ഈ പോട്ട്ലി ബട്ടൺ ഉണ്ടാക്കുന്ന. അതിനുശേഷം ഇതേപോലെ അറ്റം വരെയും ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ഷെയർ ഇതൊക്കെ ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് വീഡിയോയിൽ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. ഞാനിട്ട വീഡിയോ എല്ലാം നിങ്ങളൊന്ന് കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം. ഇനിയും നല്ല നല്ല വീഡിയോകൾ ഞാൻ ഇടുന്നതായിരിക്കും. ഇപ്പം അങ്ങറ്റം വരെയും ഞാൻ ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പം ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ പതിയെ സമാധാനമായിട്ട് ഇരുന്ന് ചെയ്താൽ കറക്റ്റായിട്ട് കിട്ടും. നമുക്ക് ഒരുപാട് ധൃതി വെച്ച് ചെയ്യണ്ട. ഇതേപോലെ ഞാൻ ഇനി ബാക്ക് പാർട്ട് ക്രോസ് പീസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഇതുപോലെ ഒരു ഡാട്ട് കൊടുക്കാൻ വേണ്ടിയാണ്. ഇപ്പം ഈ നമ്മൾ ആ മടക്കിയിട്ടിരിക്കുന്ന ആ മടക്ക് വശമുണ്ട്, ഇപ്പം കണ്ടില്ലേ ഈ കാണിക്കുന്ന അതിൽ നിന്നൊരു 3.5 ഇഞ്ച് അകലത്തിൽ വേണം ഡാട്ട് അടയാളപ്പെടുത്താൻ. എന്നിട്ട് താഴേന്ന് മുകളിലോട്ടൊരു 4.5 ഇഞ്ചും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതേപോലെ ഒന്ന് വരച്ചെടുത്തു. അതേപോലെ തന്നെ ഒരു പിന്ന് കുത്തി കൊടുത്തു. എന്നിട്ട് താഴ്ഭാഗത്തൊരു കട്ട് കൊടുക്കുക. എന്നിട്ട് പിന്ന് കുത്തി കൊടുത്തിട്ട് മറു സൈഡിലോട്ട് നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക. ആ ഭാഗം 4.5 ഇഞ്ച് അടയാളപ്പെടുത്തി ആ ഭാഗത്തൊന്ന് താഴോട്ട് ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പം നമ്മൾ മടക്കിയിട്ട് ആ ഫോൾഡ് വശത്തുനിന്ന് 3.5 ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ വയ്ക്കുമ്പം കണ്ടില്ലേ. ഇപ്പം ഞാനിത്
നെക്ക് ക്രോസ് പീസ് വെച്ച് അടിക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ, അതുകൊണ്ടാണ് ഞാനത് കാണിച്ചിട്ടില്ല. എന്നിട്ട് നമുക്ക് ഇതുപോലെ ആ കട്ട് കൊടുത്ത ആ ഭാഗത്തു നിന്ന് ചെറിയൊരു ഡാട്ട്, ഒരു 1/2 ഇഞ്ചോ 1/4 ഇഞ്ചോ വ്യത്യാസത്തിൽ ഓരോ ഡാട്ട് രണ്ട് ഭാഗത്തും കൊടുത്തെടുക്കാം. ഉണ്ടോ? അങ്ങനെ രണ്ടും ഞാൻ കൊടുത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് സ്കേർട്ട് പാർട്ടാണ്. സ്കേർട്ട് പാർട്ടിന്റെ അടിഭാഗത്തുള്ള നമ്മളത് നമുക്ക് ജോയിന്റ് ചെയ്യേണ്ട ഒരു ഭാഗം ഉണ്ടല്ലോ, അതൊന്ന് ജോയിന്റ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ജോയിന്റ് ചെയ്യേണ്ടാത്ത ആ ഭാഗങ്ങൾ അങ്ങോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പീസ് എടുക്കുക. പീസ് എടുത്തതിന് ശേഷം അതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. നല്ല വശവും നല്ല വശവും കൂടെ ചേർത്ത് വേണം വെക്കാൻ. കണ്ടില്ലേ? ഇതേപോലെ നല്ല വശവും കൂടെ ഇങ്ങനെ ചേർത്ത് വെക്കുക. വെച്ചതിന് ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തു. കണ്ടില്ലേ? ഇനിയാണ് നമ്മൾ ഇതിൻ്റെ അളവ്, നമുക്കിപ്പം ഇതിന് കൊടുക്കേണ്ട അളവുണ്ടല്ലോ 25 ഇതിൽ കിട്ടിയേക്കുന്നത് 25 ആണല്ലോ. നിങ്ങൾക്ക് അതുപോലെ കിട്ടിയ അളവാണ് കൊടുക്കേണ്ടത്. എന്നിട്ട് അതനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്, ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്കിത് അടയാളപ്പെടുത്തി കൊടുക്കാം. ഇതേപോലെ തന്നെ മറു പീസിലും കണ്ടില്ലേ, ആ പാർട്ടും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ ഒരു പാർട്ടിന്റെ ഒരു പീസിലാണ് നമുക്കിവിടെ സ്റ്റിച്ച് വേണ്ടി വന്നത്. മറുഭാഗത്ത് വേണ്ട, മറുഭാഗത്ത് അതിൻ്റെ ലെങ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ട് പാർട്ടും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. എന്നിട്ട് ഇതേപോലെ ഏറ്റവും ടോപ്പിൽ ഇങ്ങനെ വെച്ചതിന് ശേഷം ഇതേപോലെ കറക്റ്റ് നമുക്ക് വേണ്ടുന്ന അളവ് ഇവിടെ കൊടുത്തിട്ട് അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പം മറു സൈഡിലോട്ടും കൂടെ അതേപോലെ തന്നെ ആ ടോപ്പിൽ വെക്കുക. വെച്ചതിന് ശേഷം ഇതേപോലെ, ഇപ്പം ഇവിടെ വേണ്ടത് 25 ആ 25 ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുക്കുക. നിങ്ങൾക്ക് 30 ആണെങ്കിൽ ആ 30 ഇതേപോലെ വെച്ചിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക. എന്നിട്ട് ആ ബാക്കി വരുന്ന ഭാഗങ്ങൾ ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്ത് കളയാം. അപ്പം രണ്ട് പീസും രണ്ട് പാർട്ടും ഇതേപോലെ തന്നെ നമുക്കത് ചെയ്തെടുക്കണം. എന്നിട്ട് ഇത് കണ്ടില്ലേ, ആ ഭാഗങ്ങളൊക്കെ അധികം വന്നിട്ടുണ്ട്, അതും ഇതുപോലെ കട്ട് ചെയ്ത് കറക്റ്റാക്കി എടുക്കാം. അപ്പം രണ്ട് പീസും രണ്ട് പാർട്ടും ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്ക് അതിൻ്റെ ആ ടോപ്പിൻ്റെ പാർട്ടും കൂടെ വെച്ച് കൊടുത്ത് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടോ? ബാക്ക് പാർട്ടാണ് എടുത്തേക്കുന്നത്. ബാക്ക് പാർട്ട് ഇതുപോലെ കറക്റ്റ് രണ്ടായിട്ട് മടക്കുക. മടക്കിയതിന് ശേഷം അടിഭാഗത്ത് ആ മധ്യഭാഗത്ത് നിന്ന് ഒരു ചെറിയൊരു കട്ട് കൊടുക്കാം, അല്ലെങ്കിൽ അടയാളപ്പെടുത്തി കൊടുത്താലും മതി. അതുപോലെ തന്നെ സ്കേർട്ട് പാർട്ടിൻ്റെ അടിഭാഗവും ഇതേപോലെ തന്നെ ഒന്ന് മടക്കാം. മടക്കിയതിന് ശേഷം കറക്റ്റ് അതിൻ്റെ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതായത് താഴ്ഭാഗത്തിൻ്റെയും മോൾ ഭാഗത്തിൻ്റെയും കറക്റ്റ് മധ്യഭാഗം എടുത്ത് അടയാളപ്പെടുത്തി കൊടുക്കുക. ചെറിയ കട്ടിട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ കറക്റ്റ് മധ്യഭാഗം അടയാളപ്പെടുത്തിയത് ഒരുപോലെ വെച്ചതിന് ശേഷം നല്ല വശവും കൂടെ ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് സ്റ്റിച്ച് ചെയ്യും പോലെ മധ്യത്തിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം, അല്ലെങ്കിൽ മധ്യത്തിൽ ഒരു പിന്ന് കുത്തിയിട്ട് ഏറ്റവും അരികിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് നല്ല വശം കണ്ടോ, ആ നല്ല വശം ഇതേപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. അതിൻ്റെ കറക്റ്റ് മധ്യത്തിലായിട്ട് അടയാളപ്പെടുത്തി കൊടുത്ത് ആ ഭാഗം ചേർത്ത് വയ്ക്കുക. വെച്ചതിന് ശേഷം അപ്പം ഞാനിവിടെ ഒരു പിന്ന് കുത്തി കൊടുത്തിട്ട് അതിൻ്റെ അരികിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. അപ്പം നിങ്ങൾക്കത് അങ്ങനെ ചെയ്യാമെങ്കിൽ അങ്ങനെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്തില്ലേ, മധ്യഭാഗത്തൊന്ന്
രണ്ട് സൈഡിലോട്ടായിട്ട്. അതേപോലെ വേണമെങ്കിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യാം. എന്നിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, കണ്ട. ഇനി ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തയ്യൽ തുമ്പ് വെളിയിലോട്ട് വരുന്ന രീതിയിൽ വെച്ചിട്ട് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ആ സ്റ്റിച്ചിൻ്റെ അവിടെ ഒന്ന് ഒതുങ്ങി ഇരിക്കാൻ തയ്യൽ തുമ്പ് മുകളിലോട്ടാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അവിടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. അതിനാണ്. ഇനി ഇതിന്ന് ഇതേപോലെ അതിൻ്റെ ടോപ്പിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ആ സ്റ്റിച്ച് ചെയ്യുന്നത് ആ ടോപ്പ് പാർട്ടിൻ്റെ അരികിലൂടെയാണ് കേട്ടോ സ്റ്റിച്ച് വരുന്നത്. എന്നിട്ട് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അധികം വരുന്ന ആ തുണി പതിയെ നമുക്കൊന്ന് അടയാളപ്പെടുത്തിയിട്ട് താഴോട്ട് ബാക്കി കിടക്കുന്ന ഭാഗങ്ങൾ അങ്ങോട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇതേപോലെ കട്ട് ചെയ്തെടുത്തു. അതുപോലെ തന്നെ മറു സൈഡും അങ്ങനെ തന്നെ ചെയ്തെടുക്കാം. ഇങ്ങനെ തന്നെ ഫ്രണ്ട് പാർട്ട് വെച്ച് നമുക്ക് മറ്റേ പീസും ഇതുപോലെ കറക്റ്റ് ഈ സെയിം രീതി തന്നെ ചെയ്തെടുക്കാം. ഫ്രണ്ട് പാർട്ടും അതേപോലെ തന്നെ ചെയ്തെടുക്കണം. ഇപ്പം ഞാൻ ഫ്രണ്ടും അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കും ഫ്രണ്ടും ഒരേപോലെ വെക്കുക. വെച്ചതിന് ശേഷം അതിൻ്റെ ഷോൾഡർ നമുക്ക് യോജിപ്പിച്ചെടുക്കാം. കണ്ടില്ലേ? വീഡിയോയിൽ കാണുന്ന അതേ രീതിയിൽ വെച്ചിട്ട് ഇതേപോലെ യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്യണം. ഞാൻ സ്ലീവ് കട്ട് ചെയ്തിട്ടുണ്ട്. സ്ലീവ് കട്ട് ചെയ്യുന്നത് ഞാൻ കാണിച്ചിരുന്നില്ല. അത് മറ്റുള്ള വീഡിയോയിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇതേപോലെ സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിന് 18.5 ഇഞ്ച് ലെങ്താണ് വേണ്ടത്. പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെയും മധ്യഭാഗം കറക്റ്റായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് സ്ലീവിൻ്റെ മധ്യഭാഗം രണ്ടായിട്ട് മടക്കി ഇട്ടതിന് ശേഷം ആ മധ്യഭാഗം ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തു. അത് എന്നിട്ട് ഷോൾഡർ ജോയിൻറ്റ് വരുന്ന ആ ഭാഗത്തേക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പം നല്ല വശം കൂടെയാണ് സ്ലീവ് ചേർത്ത് വെക്കേണ്ടത്. നല്ല വശം കൂടെ ചേർത്ത് വെച്ചതിന് ശേഷം ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ അടിഭാഗം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചെടുത്തിട്ടുണ്ട്. 1 ഇഞ്ചിൻ്റെ തയ്യൽ തുമ്പാണ് കൊടുത്തത്. അങ്ങനെ അര ഇഞ്ച് ഉള്ളിലോട്ട് വെച്ച് സ്ലീവിൻ്റെ അടിഭാഗവും ഇതുപോലെ മടക്കിയെടുത്തു. ഇനി നമുക്കിതിൻ്റെ നമുക്ക് വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കാം. 10.5 ഇഞ്ചാണ് വണ്ണം. വേസ്റ്റ് ഭാഗത്ത് 8.5 ഇഞ്ചാണ് വണ്ണം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വരച്ചെടുക്കാം. അതിനുശേഷം അവിടെ നിന്ന് ആ ഷേപ്പ് കൊടുത്ത് താഴോട്ട് വരുമ്പോൾ 1/2 ഇഞ്ച് വ്യത്യാസത്തിലങ്ങ് സ്റ്റിച്ച് ചെയ്താൽ മതി. ഇനി നമുക്കത് നിവർത്തിയിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമല്ലോ ആ രീതിയിൽ കറക്റ്റാക്കി വയ്ക്കുക. ആദ്യം സ്ലീവ് എടുക്കുക. സ്ലീവ് രണ്ടായിട്ട് മടക്കി കറക്റ്റായിട്ട് ഇട്ടിട്ട് അതിൻ്റെ വണ്ണം അടയാളപ്പെടുത്തി കൊടുക്കുക. സ്ലീവിൻ്റെത് 4.5 ഇഞ്ച് വണ്ണമാണ് ഇവിടെ അടയാളപ്പെടുത്തുന്നത്. അതിനുശേഷം നമുക്കതൊന്ന് കറക്റ്റായിട്ട് വരച്ചെടുക്കുക. ചെസ്റ്റ് അളവിലേക്ക് ഇതേപോലെ വരച്ചെടുത്തു. ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേനും ആ കൈക്കുഴിയുടെ അവിടുത്തെ ആ തയ്യലിന് ഒരേപോലെ ആക്കി വെക്കുക. അതേപോലെ ആ യോക്ക് പാർട്ടിൻ്റെ അവിടെ വരുമ്പം അതിൻ്റെ
തയ്യലുകൾ ഒരുപോലെ ആക്കി വയ്ക്കുക. അതിനുശേഷം ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ താഴോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അറ്റം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. എന്നിട്ട് ഈ തയ്യൽ തുമ്പൊക്കെ അധികമുള്ളതും കട്ട് ചെയ്ത് കളയാം. അങ്ങനെ 2 പാർട്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ പ്ലീറ്റ്സിൻ്റെ മധ്യഭാഗത്ത് ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വിടർന്ന് വരാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ.